ഹലോ, ഞാൻ അനിത ബാബുരാജ്. ഞങ്ങൾ തത്തേങ്ങിലുമാണ്, മണ്ണാർക്കാട് തത്തേങ്ങിലുമാണ് സ്ഥലം. കണ്ടേ, നോക്കി നല്ല ക്ലൈമറ്റാണ്, കണ്ടോ, നല്ല അടിപൊളി കോടയും നല്ല ഞങ്ങൾ വെട്ടുന്ന തോട്ടമാണ് ഇത് കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അല്ലേ, ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതാണ് മരുന്ന്, ഇതാണ് മരുന്ന്. ഇതിൻ്റെ പേര് കർളകം. ഈ മരുന്ന് നമ്മൾ വിഷം ഏറ്റാൽ ആണ് നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നത്. നമ്മൾ മൂർക്കൻ പാമ്പ് കടിച്ചാൽ പോലും വിഷം ഇറക്കുന്ന ഒരു മരുന്നാണിത്. ഇതിൻ്റെ വേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വേര് നമ്മൾ അരച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ആണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇലയ്ക്ക് നല്ല പ്രത്യേക ഒരു മണമാണേ. ഇതുണ്ടോ ഇല, നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഇലയും ഇതിൻ്റെ മണവും നോക്കിയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു മരുന്നും കൂടെ ഉണ്ട്. നമ്മൾക്ക് ധാര കോരാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് ഉണ്ട്. മനസ്സിലായില്ലേ, കർളകം. നമ്മളിവിടെ ഇതാണ് പേര്. വേറെ തിരുവനന്തപുരം ആ ഭാഗങ്ങളിൽ ഇതിന് ഗരുഡപ്പച്ച എന്നും പറയും. ഇതിനെ കാണിച്ചു തരേ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു മരുന്നും കൂടെ, തേക്കും കൂടെ. ഇത് അകത്തേക്ക് കഴിക്കാനുള്ള മരുന്നാണിത്. ഇതിന് പ്രത്യേകിച്ച് അളവുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ വിഷവൈദ്യന്മാർക്കാണ് കൂടുതൽ അറിയുന്നത്. നമുക്ക് ഇതിൻ്റെ ഇല അവർ കാണിച്ചു കൊടുക്കില്ല. ഇതിൻ്റെ വേര് മാത്രമാണ് അവർ പറിച്ചെടുക്കുമ്പോൾ നമുക്കറിയില്ല ഇതാണ് സംഭവം, നമുക്കറിയില്ല. ഇതാണ് അവർ മരുന്നായിട്ട് കൊടുക്കുന്നത്. അത് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നതാണ്. ഒരു വിഷവൈദ്യ സുഹൃത്ത് പറഞ്ഞു തന്നതാണ്, അത് കാണിച്ചു തന്നതാണ്. ഹലോ, ഇനി ഇതാണ് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ധാര കോരാൻ ഉപയോഗിക്കുന്ന കുന്നിയില. ഇത് ഇലയല്ല, സമൂലമാണ് അരച്ചിട്ട് നമ്മൾ ഈ വിഷം തീണ്ടിയെടുത്ത് നമ്മൾ തേക്കുന്നത്. ഇത് വിഷം തട്ടി ആ മുറിവേറ്റ ഭാഗത്ത് ഇത് സമൂലം അരച്ചിട്ട് തേക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.